കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉടനെന്ന് സൂചന. DMK കേന്ദ്രമന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാകുന്നുണ്ട്. മുന്നണി മാറ്റവും പുതിയ വകുപ്പുകൾ സംബന്ധിച്ച് DMK നേതൃത്വത്തിനിടയിൽ ആഭ്യന്തര ചർച്ചകൾ. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതാകും ഈ നീക്കം. എസ് നന്ദഗോപൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നന്ദിനി, BJPയുടെ ദേശീയ നേതൃത്വത്തിനകത്തുള്ള പുനഃസംഘടന കഴിഞ്ഞു. ഇനിയും സ്വാഭാവികമായിട്ടുള്ള കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയാണ്. അപ്പോൾ DMK അടുത്ത കാലത്ത് BJP വിരുദ്ധ മുന്നണിയുടെ മുൻപന്തിയിലുണ്ടായിരുന്ന സ്റ്റാലിനും കൂട്ടരും തിരികെ NDAയിലേക്ക് എത്താൻ പോകുന്നു എന്ന സൂചനകളാണോ ലഭിക്കുന്നത്? ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ BJPയിൽ പുനഃസംഘടന പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. കേന്ദ്രമന്ത്രിസഭയിൽ കൂടുതൽ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തും. അതേപോലെ തന്നെ കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച MPമാരെ അടക്കം കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇതിനിടയിലാണ് ഈ കേന്ദ്രമന്ത്രിസഭയിൽ ഈ DMKയുടെ നിലപാട് ഏറെ ശ്രദ്ധേയമാകുന്നത്. DMK ഇതിനോടകം തന്നെ ചില ആഭ്യന്തര ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും BJP നേതൃത്വവുമായിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ദക്ഷിണേന്ത്യയിൽ അർഹമായ പരിഗണന നൽകും എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. പ്രധാനമന്ത്രിയുടെ നിലപാടും അത് തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ കൃത്യമായ പ്രാതിനിധ്യം വേണം. അതുകൊണ്ട് തന്നെ DMKക്ക് കൈകാര്യം ചെയ്യാവുന്ന ചില വകുപ്പുകൾ DMKക്ക് നൽകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്നും നടക്കുന്നു. അതേസമയം പ്രാദേശിക സമവാക്യങ്ങൾ താറുമാറാകാതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രദ്ധയും DMK പുലർത്തുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇത്തരം ചർച്ചകളോട് അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ നടന്നതായിട്ട് DMK സ്ഥിരീകരിക്കുന്നില്ല. ഇപ്പോൾ ലഭ്യമായ സൂചനകൾ പ്രകാരം നേതൃത്വം ഇതിനോടകം തന്നെ ചർച്ചകൾ ഏതാണ്ട് ഒന്നാം ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ DMK NDAയുടെ ഭാഗമാകുകയും അതേപോലെ തന്നെ DMKയിൽ നിന്നുമുള്ള വ്യക്തികൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.